വിഷയത്തെ പത്തൊൻപതാം ദിവസം അപ്പൻ ഇറങ്ങി തൊടുകയാ. ഒന്ന് പ്രാർത്ഥിക്കണേ. ചെവിക്കകത്ത് ദൈവത്തിൻ്റെ കരമിറങ്ങും. ചെവിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ചില ഇൻഫെക്ഷനുകൾ ദൈവം എടുത്തു മാറ്റും. അത് കഴുത്തിൻ്റെ ഇടത്തു വശത്തൊക്കെ നിൽക്കുന്ന ചില ഭാരങ്ങൾ ഈ പകൽക്കാലം ദൈവം എടുത്തു മാറ്റുന്ന വെളിപ്പാട് അപ്പൻ ശക്തിയോടെ കാണിക്കുകയാ. ആ കഴുത്തിൻ്റെ അകത്ത് വിടുതൽ നടക്കുകയാ. ഇടത്തെ ഷോൾഡറിൻ്റെ അകത്ത് വിടുതൽ നടക്കുകയാ. കോശങ്ങൾക്കകത്ത് വിടുതൽ നടക്കുകയാ. ശക്തിയോടെ കാനാവിലെ കല്യാണ വീട്ടിൻ്റെ അകത്ത് മഹത്വം നടന്ന പോലെ നിന്റെ കുടുംബത്തിൻ്റെ അകത്ത് ദേശം കേൾക്കാൻ ചില വിടുതലുകൾ ഈ പകലിൽ ഇവ തുറന്നു വിടുന്ന പകൽക്കാലമാ. കരങ്ങളെ ഉയർത്തി നന്ദി പറയാമോ? കരങ്ങളെ ഉയർത്തി. കർത്താവ് ചെയ്യും, കൺഫേം ദൈവം ചെയ്യും. അപ്പം പറഞ്ഞതിൻ്റെ ആ സാരാംശം പെട്ടെന്ന് പറഞ്ഞു, കാരണം 1 മണിയാകാൻ പോകുന്നു. അവൻ അലറിക്കലിഞ്ഞു, അവരെ ഇവിടെ എന്നെ തൊടെ. ഞാൻ കുടുംബങ്ങളോട് പറയുന്നു, തലമുറയ്ക്കെതിരെ കൈ ചൂടുന്ന പരിപാടി നിർത്തിയട്ടെ. ഭാര്യ ഭർത്താവിനെതിരെ, ഭാര്യ ഭർത്താവിനെതിരെ, ഭർത്താവ് ഭാര്യയ്ക്കെതിരെ, വിശ്വാസികൾ പാസ്റ്റർമാർക്കെതിരെ കൈ ചൂണ്ടുന്ന പദ്ധതി അവസാനിപ്പിച്ചിട്ടെ. ഞാനാണ് കുഴപ്പക്കാരൻ. ഞാൻ എൻ്റെ വായി കൊണ്ട് ചെയ്ത ചില ഉടമ്പടി തെറ്റിച്ചു. അതിൻ്റെ പേരിൽ കയറി വന്ന പിഴവുകൾ നീ തിരുത്തണം. പ്രവചന ഭാഷയെ പറഞ്ഞ പോരാ, ബന്ധനമാക്കട്ട. പറയാൻ വരട്ടെ, നിന്റെ അകത്തുള്ള പിഴവിനെ നീ തിരുത്തെ. അവൻ അലറിക്കരഞ്ഞ് മരിച്ചു കിടക്കുന്ന ജനസമൂഹത്തെ നോക്കിക്കൊണ്ട് പ്രാർത്ഥന ചെയ്തപ്പോൾ അവന്റെ കണ്ണു തുറന്നു. അവന്റെ ഹൃദയത്തിന്റെ ദൃഷ്ടി പ്രകാശിച്ചു. അവൻ ആ കാഴ്ച കണ്ടു. ഊരിപ്പിടിച്ചു നിൽക്കുന്ന വാളുമായി, സ്തോത്രം, ദൂതനെ കണ്ട മാത്രയിൽ രാജാവെന്നുള്ള പദവിയെ വലിച്ചെറിഞ്ഞുകൊണ്ട് സാഷ്ടാംഗം വീണട്ടെ അവനെ സമർപ്പിച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ദൈവ ശബ്ദം അവൻ്റെ കാതിൽ കേട്ടു. വീഴാൻ മനസ്സുണ്ടോ? സാഷ്ടാംഗം വീഴാൻ മനസ്സുണ്ടോ? മുട്ടുമടക്കാൻ മനസ്സുണ്ടോ? ദൈവ ശബ്ദം കേൾക്കാൻ പോകുകയാ. അപ്പൻ പറഞ്ഞു, പിഴവിൻ്റെ അകത്ത് തകർച്ചയോടെ നടന്നു കയറുന്ന നിനക്ക് ഒരു പരിഹാരം കൽപ്പിക്കാൻ പോകുകയാ. ഇവിടെ തന്നെ ഒരു യാഗപീഠം പണിയണം. അങ്ങനെ പറഞ്ഞപ്പോൾ ആ വസ്തു സത്യം പറഞ്ഞ ഫ്രീ ആയിട്ട് അതിൻ്റെ ഉടമസ്ഥൻ കൊടുത്തപ്പോൾ അവൻ പറയുന്നൊരു കാര്യമുണ്ട്, അച്ഛാ, ഇത് വില കൊടുത്ത് ആരാധിച്ചെങ്കിലേ പരിഹാരം കിട്ടും. അതേ, പാസ്റ്റർ വില കൊടുത്താ ഈ മിനിസ്ട്രി കൊണ്ടുപോകുന്നത്. ഫ്രീ ആയിട്ട് ചിലത് പ്രാപിക്കാന്ന് പറഞ്ഞാൽ ഒക്കത്തില്ല. നീ വില പാസ്റ്ററോട് കൂടെ നിന്ന് നീയും കൂടെ വില കൊടുക്കാമെങ്കിൽ ചില മറുപടികൾ നിന്റെ കളത്തിൻ്റെ അകത്ത് വെളിപ്പെടാൻ പോകുകയോ. ഫ്രീ ആയിട്ട് പ്രാപിക്കരുത്, ചിലത് വില കൊടുത്തുകൊണ്ട്. ഞാൻ ആ ഭാഗം അവസാനിപ്പിച്ച എനിക്ക് കുറെ ദൂത് പറയണം. അവൻ അങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവിൻ്റെ കരം ഇറങ്ങി. അവിടെ വായിക്കുന്നു, തീ ഇറക്കി അവൻ ഉത്തരമരളി. 2 ശമൂവേലിന്റെ പുസ്തകം 24-25 വായിക്കുന്നു. ബാധ ഇസ്രയേലിനെ ബാധയെ ശാസിച്ചതായിട്ടെങ്കിലും ഞാനവിടെ കണ്ടില്ല. തീ ഇറങ്ങിയാൽ നിന്നെ വലയം ചെയ്യുന്ന ചില ബാധകൾ. വിശ്വാസമുണ്ടോ? നിങ്ങൾ എന്നെ കണ്ടിട്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ, ഉണ്ടോ? എൻ്റെ കാല് മൊത്തം പൊള്ളി അഴുകിപ്പോയതാ. ഈ ഭാഗം മുതൽ അറവുമാടിൻ്റെ
ഇറച്ചിക്ക് വേണ്ടി കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ സ്കിൻ ഉരിഞ്ഞു മാറ്റുന്ന പോലെ തിളച്ച കഞ്ഞിയും വെള്ളവും ഈ ഭാഗത്ത് വീണ് മാംസം മൊത്തം വെന്ത് സ്കിൻ മൊത്തം ഒരു ചുരുള് പോലെ ഇവിടെ വന്നിരുന്ന്. സമയമില്ലാത്തതുകൊണ്ട് ഒറ്റവാക്കി പറയാം, വൈദ്യശാസ്ത്രവും ലോകം എന്നെ കൈവിട്ടപ്പോൾ യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ മഹത്വം എന്നെ തൊട്ടു. എൻ്റെ അപ്പനൊരു CSI-കാരനായിരുന്നു. തിരുവല്ലയ്ക്കകത്തുള്ള കരിമ്പാൽ കുടുംബത്തിൽ നിന്നും അത്യാവശ്യം റൗഡിത്തരവും കൊണ്ടുവന്ന ആ മനുഷ്യൻ്റെ കർത്താവ് തൊട്ടു കഴിഞ്ഞപ്പം പറയുന്നില്ല, അമ്മ അദ്ദേഹത്തെ വിട്ടി. സ്വന്തം സഹോദരൻ ഡോക്ടറായിരുന്നു, അടിച്ച് വെളിയിൽ കളഞ്ഞു, ഒരു തുണ്ട് ഭൂമി കൊടുത്തില്ല. പക്ഷേ എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്നവനായിരുന്നു. മല്ലപ്പള്ളി കരയുള്ള ഓർത്തഡോക്സുകാരും കത്തോലിക്കക്കാരും മർത്തമക്കാരും ഹിന്ദുക്കളും പെന്തക്കോസുകാരും പ്രാർത്ഥിച്ചിട്ട് ഈ കുഞ്ഞിൻ്റെ കാല് തിരിച്ചു കിട്ടിയില്ലെങ്കിൽ വെട്ടിക്കൂട്ടുമെന്ന് വെല്ലുവിളിച്ച ഞാൻ ഓർക്കുന്നുണ്ട്. മാംസങ്ങൾ അഴുകി നാറ്റം വച്ച് അസ്ഥികൾ മാത്രം ശേഷിക്കുന്ന ഭീകരമണ്ഡലത്തിൽ ഞാനും എൻ്റെ മാതാപിതാക്കളും കർത്താവിനെ മുറുകെ പിടിച്ചു. കരക്കാരൻ്റെ സാക്ഷ്യമല്ല ഞാൻ പറയുന്നത്, എൻ്റെ സാക്ഷ്യമാ. അപ്പന്റെ ശക്തി എന്നെ തൊട്ടു. തൻ്റെ ഇടപെടോ വിശ്വസിക്കാം. വൈദ്യശാസ്ത്രം കൈവിട്ട മണ്ഡലത്തെ ദൈവത്തിന്റെ ശാസ്ത്രം തൊടാൻ പോയോ? 3.5 മാസവും +2 ഒരു 2.5 മാസവും ബെഡിൽ കിടന്ന് മണിക്കൂറുകൾ വിറച്ചിട്ട് മരണത്തെ മുഖമായി കണ്ട് അപ്പോഴും ഞാൻ വിശ്വസിച്ചു. പ്രവാചക ഗണങ്ങൾ പോലും പറഞ്ഞു, ജോയി കഴിഞ്ഞു, ഇനി പുറത്തു വരത്തില്ല. 5.5 മാസം കിടന്നാച്ച. പക്ഷെ എൻ്റെ ദൈവം എന്നെ തൊട്ടു. ഒരു സിംഗിൾ ഡ്രോപ്പ് മരുന്ന് ഉപയോഗിക്കാതെ കർത്താവിനെ തൊട്ടു. തൻ്റെ ഇടമുണ്ട്, വിശ്വസിക്ക്. ശക്തിയോടെ 9 മാസം ഉറങ്ങാൻ കഴിയാതെ കസേരയ്ക്കകത്തിരുന്ന് നേരം വെളുപ്പിച്ചു. കാരണം ഡിസ്കിൻ്റെ അകത്ത് വന്ന പ്രശ്നങ്ങൾ. അന്ന് ഞാൻ ബോംബെയിലെ പാസ്റ്ററാണ്. പക്ഷേ ഞങ്ങളുടെ ചർച്ച മരുന്ന് ഉപയോഗിക്കാത്ത പാസ്റ്റർമാരവിടെ വെച്ച് വെറുപ്പിക്കത്തില്ല. ഉദ്യോഗസ്ഥരാ, ശമ്പളം മേടിക്കുന്നത് കൊണ്ടേ അവർ പറഞ്ഞ് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം അന്നേ ഈ അഭിഷേകം ഉണ്ടെങ്കിൽ ഇത്രയും ഇല്ല. അവരെന്നെ ഫിസിഷ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി, ന്യൂറോയുടെ അടുത്ത് കൊണ്ടുപോയി, ഓർത്തോയുടെ അടുത്ത് കൊണ്ടുപോയി. അവസാനം 56 ദിവസം കുളിക്കാതെ എന്തൊക്കെയോ ചികിത്സ അവർ ചെയ്യിപ്പിച്ചു. 9 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, തീർന്നോ നിങ്ങളുടെ പരിപാടി? ഇനി ഞാൻ തുടങ്ങാൻ പോകുകയെന്ന് പറഞ്ഞു. 9ാമത്തെ മാസം നാഗർകോവിലുള്ള ഒരു സഹോദരനും സീസനക്കാരൻ്റെ ഭാര്യയും എൻ്റെ ചർച്ചിൽ വരികയാണ് പ്രാർത്ഥിക്കാൻ. എന്തിനാ? നടുവേദനയ്ക്ക് വേണ്ടി. പാസ്റ്റർ അപ്പം വലിയ നടുവേദനയുമായിട്ട് ഇരിക്കുകയാണ്. പക്ഷേ ആ സ്തോത്രം ഭവനത്തിൻ്റെ അകത്ത് ഞങ്ങൾ പോയി. കാരണം സർജറി 2 ദിവസം കഴിഞ്ഞ് സർജറി വയ്ക്കുകയാണ്. സർജറി മാറാൻ വേണ്ടിയല്ല അവർ വന്നത്, സർജറി സക്സസ് ആകാൻ പ്രാർത്ഥിക്കാനാണ്. അപ്പോൾ ഒരു ഗ്ലോറി പറയാം അല്ലേ, സ്തോത്രം. പക്ഷേ ഞങ്ങളെ കുറച്ച് തമിഴ്നാട്ടിലെ ആൾക്കാരുണ്ട്, കുറച്ച് മലയാള സഹോദരങ്ങളുണ്ട്, മിക്സപ്പാ. ആരെയും മണക്കാൻ പറ്റത്തില്ല. ഒരു പാട്ട് തമിഴാണെങ്കിൽ ഒരു പാട്ട് മലയാളം. ബൈബിൾ വായിച്ചാൽ അങ്ങനെ. സെക്രട്ടറി കേരളക്കാരനാണെങ്കിൽ ട്രഷറർ പണക്കാൻ പറ്റത്തില്ല. സ്വതന്ത്രം. അങ്ങനെ ഇരിക്കുമ്പം ഞങ്ങൾ അവിടെ ചെന്ന് പ്രാർത്ഥിച്ചു. രാഷ്ട്രീയക്കാരൻ പറഞ്ഞതില്ല, വായി പിഴച്ച പ്രവാചകനൊന്നും അല്ല അച്ഛാ. അന്നൊരു ദൂത് പറഞ്ഞു, സർജറി കൂടാതെ ദൈവം നിങ്ങളെ വിടിവിക്കുമെന്ന്. ഞാൻ അന്നാരുമല്ല. മലയാളി അച്ഛന്മാരെന്നെ നോക്കി, ഇത് ഡേഞ്ചറാണ്. പക്ഷേ മറ്റ് സഹോദരൻ കൈയടിച്ച് ദൂതേറ്റെടുത്തു. പ്രാർത്ഥന കഴിഞ്ഞു. പിറ്റേ ദിവസം ബോംബെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. നിങ്ങൾക്കറിയാമോ, കർത്താവിൻ്റെ അഭിഷേകം ഇറങ്ങിയിട്ട് അവിടെ പറഞ്ഞു, നിനക്ക് സർജറി വേണ്ട, നീ തിരിച്ചു വീട്ടിൽ പോകാൻ. 9 മാസം ഞാൻ അനുഭവിച്ചത്
ഒന്നിനെ പുറത്തു കൊണ്ടുവരാനായിരുന്നു. പത്തൊൻപതാം ദിവസം ദൈവം നിന്നോട് പറയുന്നു, നിന്റെ പ്രശ്നത്തെ മാറ്റി വെച്ചിട്ട് മറ്റു ചിലരുടെ വിഷയം ഈ പകൽക്കാലം തൊടാമെങ്കിൽ നീ തൊടുന്ന വിഷയവും ദൈവം തൊടും, നിന്റെ വിഷയത്തെ ദൈവം തൊടാൻ പോകുക. ഓ ഓ നന്ദി പറയാമോ, നന്ദി പറയാമോ, നന്ദി പറയാമോ? Come on. കർത്താവിനെ തൊട്ടു, കർത്താവിനെ സൗഖ്യമാക്കി. മഞ്ഞപ്പിത്തം വന്ന് ശരീരം മൊത്തം യെല്ലോ കളറായതാ. ജീവിക്കത്തില്ലെന്ന് പറഞ്ഞു പാസ്റ്ററെ. പക്ഷെ അവിടെ ഒരു പാരസെറ്റമോൾ മുഴുവൻ കഴിച്ചില്ല. വരുന്നാൽ വരട്ടെ. ഇപ്പം ഞാൻ ഓർക്കുമ്പോൾ എങ്ങനെ സഹിച്ചെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ തലയ്ക്കകത്ത് കല്ല് വന്ന് വീണിട്ട് ലിറ്റർ കണക്കിന് പഴുപ്പുകൾ, മുഖമെല്ലാം നീര് വന്ന മറ്റൊരു തലത്തിലേക്ക് കയറിയപ്പോഴും ഒരു മരുന്നിൻ്റെ ഗുളിക പോലും കഴിക്കാതെ ദൈവം എന്നെ തൊട്ടെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ? ആ പ്രാർത്ഥനയുടെ മറുപടി ദൈവം പകരാൻ പോവുകയാ. ആ പ്രാർത്ഥനയുടെ മറുപടി സെക്കൻഡ് റോയിൽ സ്തോത്രം, ആ കറുത്ത ബ്ലൗസ് ഇട്ടിരിക്കുന്ന കർത്താവിന്റെ ദാസനോട് പറയുന്നു, ഉപജീവനത്തിൻ്റെ വഴികൾ ബ്ലോക്ക് ചെയ്ത് വച്ചിരിക്കുകയാണെങ്കിൽ സ്തോത്രം, ഇവിടുന്ന് സെക്കൻഡ് റോ സ്തോത്രം, കർത്താവ് പറയുന്നു, നീ താഴ്വരയ്ക്കകത്ത് അനേക കുഴിവെട്ടെ. വിഷമിച്ച് മനുഷ്യനോട് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയ്ക്കകത്ത് കഴിഞ്ഞ ചില മണിക്കൂറുകൾക്ക് മുമ്പ് മുട്ടിയ വാതിലുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടെങ്കിൽ ദൈവകരം കുടുംബത്തിൻ്റെ അകത്ത് ഇറങ്ങി വരാൻ പോകുകയാണ്. ചില ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അകത്ത് ദൈവം ഇറങ്ങാൻ പോകുകയാണ്. ചില അധികാരികളുടെ കണ്ണ് തുറപ്പിക്കാൻ പോകുകയാണ്. നീ ഭയപ്പെടുന്ന നിന്റെ വീട്ടിൽ വരത്തില്ല. ചില നിയമക്കുരുക്കുകൾ ദൈവം അഴിച്ചു മാറ്റാൻ പോകുകയാണ്. ഗ്ലോറി പറയാമോ? ഗ്ലോറി പറയാമോ? ഗ്ലോറി പറയാമോ? വിസ്തൃതമായിട്ട് എല്ലാവരോടും ദീർഘമായ ദൂതൊന്നും പറയാൻ പറ്റിയില്ല. ഓരോ വാക്കെങ്കിലും പറയാം. ഒരു പെർമനൻ്റ് ആകുന്ന ജോലിയുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങൾ, ഉപജീവനത്തിൻ്റെ ചില ക്രമീകരണ പദ്ധതികൾ ദൈവം തുറക്കും. ചില ഓഫീസുകൾക്കകത്തുനിന്ന് ചില നിയമക്കുരുക്കുകൾ അഴിഞ്ഞു വരും. കർത്താവിൻ്റെ കരം ശക്തമായി ഇറങ്ങി വരികയാ. ഔദ്യോഗികമായ ചില രേഖകൾ തിരുത്താൻ പോകുകയാ. അവൻ ആ രേഖ തിരുത്തിയിട്ട് തുടങ്ങി വെച്ച പണികൾ ഇടയ്ക്ക് വെച്ച് അവസാനിച്ച് കിടക്കുമ്പോൾ അതിനെ ഏറ്റെടുത്ത് പൂർത്തീകരിക്കുന്ന ദൈവകരം ഈ പകലിൽ വെളിപ്പെട്ടു വരുന്നത്. ഗ്ലോറി പറഞ്ഞ് ദൂതത്തെടുക്കുമോ ശക്തിയോടെ? കർത്താവിൻ്റെ നാമത്തിൽ ദൈവം ശക്തമായ ഭാഷ പറയുന്ന ആ തൊണ്ടയ്ക്കകത്തേക്ക് ഒരു വലിയൊരു കരമിറങ്ങുക. ത്രോട്ടുമായി ബന്ധപ്പെട്ട അന്നനാളത്തിൻ്റെ അകത്തേക്ക് ഡൈജഷൻ പ്രക്രിയകൾ ചിലപ്പോഴൊക്കെ അസ്വസ്ഥമാകുന്ന ഉദരത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ കൈ ഇറങ്ങട്ടെ. അസാമാന്യമായ ചില വിടുതലിൻ്റെ കരവുമായി ദൈവം ഇറങ്ങി വരുന്നത് കർത്താവിനെ ശക്തമായി കാണിക്കുന്നു. പ്രാർത്ഥിച്ചോ. ആഹാരം കഴിച്ച് ചവച്ചിറക്കാൻ പറ്റാതെ, ആഹാരം വിഴുങ്ങാൻ പറ്റാതെ തൊണ്ടയ്ക്കകത്തെന്തോ ഇരുന്ന് ഭാരപ്പെടുന്ന പോലെ നീ സങ്കടപ്പെടുന്ന ശരീരത്തിൻ്റെ അകത്തുള്ള രോഗത്തെ യേശു അവൻ എടുത്തു മാറ്റുകയാ. ഓ ഓ ആൻറ്റി ശക്തമായി പ്രാർത്ഥിച്ചു. ശവപ്പെട്ടിക്കകത്ത് കയറുന്ന സമയം കഴിഞ്ഞതാ. മരണം 2ഓളം പ്രാവശ്യം നേർക്ക് നേർ കണ്ടതാ. ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. ശരീരത്തിൻ്റെ ജോയിൻറ്റുകളിൽ അസ്ഥികൾ ചേരുന്ന മുഖം, കൈവിരലുകളൊക്കെ ബലമില്ലാതെ ക്ഷയിച്ച് നാഡീവ്യൂഹത്തിൻ്റെ അകത്ത് നിലനിൽക്കുന്ന ചില തളർച്ചകൾ, കാൽപാദത്തിൻ്റെ അകത്ത് നിൽക്കുന്ന ഭാരങ്ങൾ
കർത്താവ് തൊടുന്നതിനെ കാണിക്കുന്നു. വേരിക്കോസ് പോലെ ഞരമ്പുമായി ബന്ധപ്പെട്ട് ശരീരത്തിൻ്റെ അകത്ത് വെല്ലുവിളിക്കുന്ന ചില വിഷയത്തിൻ്റെ അകത്ത് സർജറി കത്തി തൊടേണ്ടി വരുമെന്ന് വൈദ്യശാസ്ത്രം നിനക്കെതിരെ കൽപ്പിച്ച ചില വിധികളെ ഈ പകൽക്കാലം തട്ടി മാറ്റിക്കൊണ്ട് ദൈവം നിന്നെ തൊടുകയാ. ശ്വാസ തടസ്സങ്ങൾ ഇല്ലേ, ശ്വാസം മുട്ടുന്നത് പോലെ, പൊടിയുടെ അലർജി ഡസ്റ്റ് അലർജികൾ ഈ പകൽക്കാലം എടുത്തു മാറ്റുന്നത് ദൈവശക്തിയോടെ എന്നെ കാണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കാമോ? നിങ്ങൾ താമസിക്കുന്ന ലാൻഡിൻ്റെ അകത്തൊരു വിടുതൽ നടക്കാൻ പോകുക. നിങ്ങളുടെ വസ്തുവിനെ ചുറ്റിപ്പറ്റി ചില നാളുകളായി തർക്കമുളവാക്കുന്ന ആ രക്തബന്ധത്തിൻ്റെ അകത്തൂടെ വെല്ലുവിളി മുഴക്കുന്ന ചിലതിൻ്റെ അകത്ത് അപ്പനിറങ്ങിയട്ടെ. അടുത്ത ചില ദിവസങ്ങൾക്കകത്ത് എനിക്ക് തെറ്റുപറ്റിപ്പോയേ എന്ന് പറഞ്ഞുകൊണ്ട് നിന്റെ വീട്ടിൻ്റെ അകത്ത് ഓടിക്കേറി വന്ന ക്ഷമ പറയുന്ന ഒരു വെളിപ്പാടിൻ്റെ ദൂത കർത്താവിനെ കാണിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കണേ. ഞാനീ പറഞ്ഞു വരുന്നത്, തീ ഇറങ്ങിയാൽ ബാധ തനിയെ പോകും. എൻ്റെ ഭാഷ പറഞ്ഞ സ്പെഷ്യലിസ്റ്റ് ഒന്നും വരുത്തണ്ട. നമ്മൾ തൊട്ടാൽ നമ്മുടെ അകത്തോടെ ഇറങ്ങും. ഇറങ്ങത്തില്ലേ? നമ്മൾ തൊട്ടാൽ കുഴപ്പമില്ല, വേണ്ട ഞാൻ കുഴപ്പമില്ല. അപ്പം നമ്മൾ തൊട്ടാൽ തീ ഇറങ്ങി നടക്കത്തില്ലേ? എനിക്കറിയാം ട്രിവാൻഡ്രംകാർക്ക് അവിശ്വാസം ഉണ്ടെന്ന്. അവിടെ ഒരു പെങ്കൊച്ചന് മുമ്പിലും 2 പുരുഷന്മാരുടെ മുമ്പിലും യേശു കർത്താവാണെന്ന് പറയാൻ മടിച്ചവൻ, ആണയിട്ടവൻ, പെന്തക്കോസിൻ്റെ അഭിഷേകന്റെ തലയിൽ വന്നപ്പം അവൻ പറഞ്ഞു, എനിക്കുള്ളത് ഞാൻ തരാൻ പോകുക, എൻ്റെ അകത്തൊന്നുണ്ടെന്ന്. വിശ്വാസത്തിനൊരു ആക്ഷൻ ഉണ്ട് കേട്ടോ. ഹലോ, പാസ്റ്റർമാർ കൈവച്ചാൽ നടക്കും, പക്ഷെ നീയും ചിലത് ചെയ്യണം. പഠിക്കാനും കൂടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേന് സുന്ദരം വന്ന് അതിനെക്കുറിച്ച് ഒത്തിരി പഠിക്കേണ്ട വിഷയങ്ങളുണ്ടെങ്കിലും ഞാനത് പറയുന്നില്ല. സുന്ദരം വന്ന ദേവാലയ ഗോപുരത്തിൻ്റെ വാതിൽക്കൽ ചെന്നപ്പോൾ പത്രോസിനെ യോഹന്നാനെ കണ്ടപ്പോൾ എന്ത് ചെയ്തു? വല്ലതും കിട്ടും എന്ന് വിചാരിച്ച് എന്ത് ചെയ്തു? ചോദിച്ചു. തരും എന്ന് പറഞ്ഞ് വിശ്വസിച്ചാൽ പോരാ, അത്തരം തുറന്ന് ചോദിക്കണം. അങ്ങനല്ലേ? ചോദിച്ചപ്പം പത്രോസ് എന്ത് പറഞ്ഞു? എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങളെ? നോക്കാൻ പറഞ്ഞു. ചോദിക്കുന്നവനോടാ ദൈവം സംസാരിക്കുന്നത്. ചോദിച്ചവനോട് പറഞ്ഞു എന്നെ നോക്കെ. പക്ഷെ അവൻ എങ്ങനെ നോക്കി? സൂക്ഷിച്ചു നോക്കി. എൻ്റെ ഭാഷ പറഞ്ഞ ഹൃദയവും മനസ്സും ശരീരവും ഒന്നിച്ച് സമ്മേളിച്ചു. ക്രിസ്തുവിനെ ഏകാഗ്രതയോടെ നോക്കി. സൂക്ഷിച്ചു നോക്കിയവനോട് അപ്പൻ പറയുന്നത്, നീ ചോദിക്കുന്നത് തരാൻ എനിക്കില്ല, പക്ഷെ നീ ആയുസി ചോദിക്കാത്തൊരു സംഗതി എൻ്റെ അകത്തുണ്ട്. നീ ചോദിക്കുന്നത് അടുത്ത മണിക്കൂറും ദിവസവും ജീവിക്കാനുള്ളതാണ്, പക്ഷെ ഞാൻ തരാൻ പോകുന്ന ആയുസ് മൊത്തം ജീവിക്കാനുള്ളതാ. ഹലോ, ഈ പ്രാർത്ഥനയ്ക്കകത്ത് കയറി വന്ന നിന്നോട് പറയുന്നു, നീ ഇവിടെ വന്നത് ചില ദിവസങ്ങൾ സ്തോത്രം ജീവിക്കാനുള്ള ചില പ്രാർത്ഥനാ വിഷയങ്ങളുമാണ്. എന്നാൽ ദൈവം പറയുന്നു, ആയുസ് മൊത്തം ജീവിക്കാനുള്ളത് ഈ പ്രാർത്ഥനയ്ക്കകത്തോട് കൈമാറാൻ പോകുകയോ. ശക്തിയോടെ എൻ്റെ ഭാഷ നിങ്ങളെങ്ങനെ വിശ്വസിക്കുന്ന എനിക്കറിയത്തില്ല. ജോയ് പാസ എങ്ങനെ കരുതുന്ന എനിക്കറിയില്ല. ഞാൻ കോഴഞ്ചേരി ടൗണിലാവട്ടെ എൻ്റെ ചർച്ച. വെള്ളിയും പോലും എനിക്ക് തരാനൊന്നുമില്ല, പക്ഷെ എൻ്റെ കയ്യിൽ ഒന്നുണ്ട്. ഞാൻ തരാൻ പോകുന്ന വലം കൈ പിടിച്ചപ്പം നമ്മുടെ ഭാഷ പറയും, പാസ് 40 വർഷത്തെ കെട്ട
ഇത് അഴിയണമെങ്കിൽ മിനിമം ഒരു 21 നിങ്ങൾ എന്നോട് ഇല്ല. പക്ഷേ അവൻ വിശ്വസിച്ചു. കാലഘട്ടങ്ങൾ പലതുമായി പള്ളിക്ക് പുറത്തിരിക്കുകയാ. ഇവൻ്റേതല്ലാത്ത കുറ്റം പറഞ്ഞവനെ ഇരുത്തിയേക്കുക. ഇവനും ആഗ്രഹമുണ്ട് അതിനകത്തൊന്ന് ഓടിക്കയറാൻ. പാരമ്പര്യ പള്ളിയാണെങ്കിൽ പോലും അതിൻ്റെ മനോഹരത്വം കാണാൻ ഇവനും കൊതിയുണ്ട്. പക്ഷെ ഇവനിങ്ങനെ ജനിച്ചു പോയത് അവൻ്റെ കുറ്റമല്ലല്ലോ, അവൻ്റേതല്ലാത്ത കുറ്റത്തിൻ്റെ പേര് കൊണ്ട് ഇരുത്തിയേക്കുകയാ. പക്ഷെ ആ ഒരു കെട്ടിനെയാ ദൈവം അഴിച്ചത്. ശക്തിയോടെ പ്രാർത്ഥിക്കാമോ? ആയുസിൻ്റെ സ്തോത്രം അവസാനം വരെ നീ നടന്ന് കേരളത്തിലെന്ന പാരമ്പര്യക്കാം നിനക്കെഴുതി എഴുതി പിടിപ്പിച്ച ചില കൈയെഴുത്തുകൾ ഈ പകൽക്കാലം പൊട്ടാൻ പോയോ? വിശ്വസിക്ക വിശ്വസിക്ക വിശ്വസിക്ക. ചില കൈയെഴുത്തുകൾ പൊട്ടാൻ പോകുകയോ? കൈയെഴുത്തുകൾ പൊട്ടാൻ പോകുകയോ? പത്രോസിന്റെ വലങ്കയോടെ ചേർത്തവന്റെ വലങ്കൈ പേർത്ത് പിടിച്ചു. അവൻ മനസ്സുകൊണ്ട് റിയാക്ട് ചെയ്തു. എഴുന്നേൽക്കാൻ പറ്റത്തില്ലെങ്കിലും മനസ്സുകൊണ്ട് അവൻ എഴുന്നേൽക്കാൻ തയ്യാറായപ്പോൾ അവന്റെ കാര്യം നരിയാണി ഉറച്ചു. ഇന്നൊരു പകൽ മനസ്സുണ്ടെങ്കിൽ കൽപ്പിക്കാൻ ഒരു ദൈവമുണ്ട്. ചുവട് വെക്കാൻ തയ്യാറാണോ? ദൈവത്തിന്റെ കൈ ചേർത്ത് പിടിക്കാൻ തയ്യാറാണോ? അമ്മയുടെ ഉദരം മുതൽ നിന്നെ ബന്ധിച്ച മണ്ഡലത്തിന്റെ അകത്ത് ലോകമിതവരെ കണ്ടിട്ടില്ലാത്തൊരു ദൈവപ്രവൃത്തി പെന്തക്കോസിന്റെ അഭിഷേകം കൈമാറാൻ പോകുകയോ? ലോകമൊരുങ്ങിയും കണ്ടിട്ടില്ലാത്ത പെന്തക്കോസിന്റെ അഭിഷേകം. ഓ, ശക്തിയോടെ ഇന്ന് പകൽക്കാലം ചില വിടുതലുകൾ നടക്കുകയോ? ചില ആശ്ചര്യ വിടുതൽ നടക്കാൻ പോകുകയോ? ചില ആശ്ചര്യ വിടുതൽ നടക്കാൻ പോകുകയോ? വിശ്വസിക്കാമെങ്കിൽ മഹത്വം കാണാൻ പോവാണ്. ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയോ? ചില രാജ്യങ്ങൾക്കകത്തേക്ക് ദൈവം നിന്നെ അയക്കാൻ പോകുകയോ? മുൻപത്തെ റോയിലിരിക്കുന്ന കുഞ്ഞിനെ ദൈവം പറയുന്നു, വൈദേശിക മണ്ഡലത്തിന്റെ US പോലുള്ള രാജ്യത്തിന്റെ അകത്തുള്ള യൂണിവേഴ്സിറ്റിക്കകത്തേക്ക് ദൈവം നിന്നെ കണക്ട് ചെയ്തിട്ടെ പഠനവും പഠന പ്രക്രിയ നടക്കാൻ ദൈവത്തിന്റെ വാതിൽ തുറക്കാൻ പോകുകയാണ്. ചിലപ്പോഴെങ്കിലും നെറ്റിക്കേറി ഷെയർ ചെയ്യാറുണ്ട്, എവിടെ പോയാൽ എനിക്ക് രക്ഷപ്പെടാൻ പറ്റും, എവിടെ കയറിയാൽ സ്കോളർഷിപ്പ് കിട്ടും, ഏത് യൂണിവേഴ്സിറ്റിക്ക് പോയാൽ എനിക്ക് ഒത്തിരി പൈസ വെക്കാതെ പഠിക്കാൻ പറ്റും. ഈ പകലിൽ ദൈവം നിന്നോട് ദൂത് പറയുന്നു, നിന്റെ അപ്പന് ചെയ്യാൻ പറ്റാത്തത് സ്വർഗത്തിലെ അപ്പൻ നിനക്ക് വേണ്ടി ചെയ്യാൻ പോകുക. മോനെ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ പ്രാർത്ഥിച്ചോ. ദൈവത്തിന്റെ തീ നിന്റെ അകത്ത് ഇറങ്ങാൻ പോകുകയോ? പുസ്തകം വായിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും പലപ്പോഴും തലയ്ക്കകത്ത് നിൽക്കുന്ന വേദന നിമിത്തം, തലവേദന നിമിത്തം, കണ്ണുവേദന നിമിത്തം നിന്നെ അസ്വസ്ഥമാക്കുന്ന ആ രോഗം കേട്ട് യേശുവിന്റെ നാമത്തിൽ അഴിയുകയാ. പ്രാർത്ഥിച്ചോ 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 പ്രാർത്ഥിച്ചോ. ആശ്ചര്യ ചില വിടുതൽ നടക്കാൻ പോകുകയാ. സഭയ്ക്കകത്ത് ചില വിടുതൽ നടക്കാൻ പോകുകയാ. വർഷങ്ങളെ നിന്നെ കെട്ടിയ ചില കെട്ടുകൾ അടിവേർ അറുത്ത് ദൈവം നിന്നെ പുറത്തെടുക്കുകയോ? ശക്തിയോടെ ശക്തിയോടെ. എനിക്കറിയില്ല, ഒരു അഭിഷേകത്തിന്റെ തീ, ഒരു പെന്തക്കോസിന്റെ അഭിഷേകത്തിന്റെ തീ, ഒരു പെന്തക്കോസിന്റെ അഭിഷേകത്തിന്റെ തീ നിന്റെ അകത്തേക്ക് ഇറങ്ങുക. അഭിഷേകം ശക്തിയോടെ വ്യാപരിക്കട്ടെ. തീയുടെ മഹത്വം വെളിപ്പെടട്ടെ. ശക്തിയോടെ ശക്തിയോടെ. അഗ്നി കത്തുന്നു, അഗ്നി കത്തുന്നു, അഗ്നി കത്തുന്നു. അഗ്നി കത്തുകയാ, അഗ്നി കത്തുകയാ. ഒരഗ്നി കത്തുകയാ, ഒരഗ്നി കത്തുകയാ, ഒരഗ്നി കത്തുകയാ, ഒരഗ്നി കത്തുന്നു. ഒരു തീ കത്തുന്നു, ഒരു തീ, ഒരു തീ കത്തുന്നു.
ആദ്യ നൂറ്റാണ്ടിന്റെ സഭയ്ക്കകത്താടിക്കത്തി എത്തി 29-ാം ദിവസം ഈ ആലയത്തിന്റെ അകത്ത് ഇറങ്ങി വരികയാണ്. പോരാ പോരാ പോരാ, നിന്നെ ഒറ്റപ്പെടുത്തിയ ബന്ധങ്ങൾ ബന്ധനമായി പോയെന്ന് പറയുന്ന മണ്ഡലത്തിൽ, ഒറ്റപ്പെടുത്തിയ മണ്ഡലത്തിന്റെ അകത്ത് ദൈവത്തിന്റെ കൈ ഇറങ്ങാൻ പോകുകയാണ്. ദൈവം പറയുന്നു, ശക്തിയോടെ പ്രാർത്ഥിക്കാമോ? ബന്ധങ്ങൾ ബന്ധനമായി പോകുമെന്ന് കുടുംബതലത്തിന്റെ അകത്ത് ആമേസ്തോത്രം എഴുതി പിടിപ്പിച്ച ചില ആ പോരുകൾ ദൈവാത്മ വേട്ടുകയാ. സർക്കാർ തലത്തിന്റെ അകത്ത് വെയിറ്റ് ചെയ്യുന്ന ചില അപ്പോയിന്റ്മെന്റുകൾ നിനക്ക് വേണ്ടി ദൈവം വിളിച്ചു വരുത്തുകയോ. വൈകിപ്പിച്ച അപ്പോയിന്റ്മെന്റുകൾ ക്വാളിറ്റി ഉണ്ടായിരുന്നിട്ടും ആ പോസ്റ്റ് ആൻഡ് പൊസിഷന്റെ അകത്ത് കേറ്റത്തിലെന്ന് പറഞ്ഞ നിനക്കെതിരെ വെല്ലുവിളിക്കുന്ന ചില രേഖകളും താമസിപ്പിക്കുന്ന വഴികളും ദൈവത്തിന് അവ തുറന്നു വരുന്നത്. അടുത്തൊരു 17 ദിവസത്തിൻ്റെ അകത്ത് നീ ഒരു മഹത്വം കാണാൻ